ഒരു ദിവസം കാടിലൂടെ നടന്നുവരുന്ന ഒരു പ്രായമായ സന്യാസിയെ ഒരാന കണ്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് വിശുദ്ധതയുടെ പ്രകാശം, കയ്യിലൊരു ത്രിശൂലം, ചുമലിൽ ചുമന്ന പട്ടിൽ ദൈവവിഗ്രഹം. സന്യാസി മന്ദഹാസത്തോട് ചോദിച്ചു, മഹാകായ, ഞാൻ ദൈവത്തിനൊരു ക്ഷേത്രം പണിയാനുള്ള ഭൂമി തേടുകയാണ്. നിനക്ക് ഈ കാട്ടിൽ എല്ലായിടവും അറിയാമല്ലോ. എവിടെയാകും ക്ഷേത്രം പണിയാൻ ഉചിതമായ സ്ഥലം? ആന അല്പം കുനിഞ്ഞു. നിലത്ത് തന്റെ കൊമ്പുകൾ കൊണ്ട് ഒരു ഭാഗത്തേക്ക് മണ്ണ് തള്ളി. അപ്പോൾ അങ്ങോട്ടേക്കൊരു മന്ദപ്രകാശം പടർന്നു. അവിടെ തന്നെ ഒരു പാറയും അതിന് താഴെ സ്വാഭാവികമായൊരു കുളവും. സന്യാസി അതിനെ ദൈവത്തിന്റെ അടയാളമെന്ന് മനസ്സിലാക്കി. അവിടെ തന്നെയാണ് ക്ഷേത്രം പണിയപ്പെട്ടത്. അന്നുമുതൽ ആ ആന ദിനം തോറും പൂക്കളും പഴങ്ങളും കാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. സന്യാസി പൂജയ്ക്കായി ഇരുന്നാൽ ആന ക്ഷേത്രത്തിന് പുറത്തു നിൽക്കും. പുഷ്പങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിന്റെ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കും. ആ നിമിഷം മുതൽ ദൈവനും ആനയും തമ്മിൽ വാക്കില്ലാത്തൊരു ബന്ധം തീർന്നിരിക്കുന്നു. കാലം കടന്നു, ഗ്രാമങ്ങൾ വളർന്നു, മനുഷ്യർ ക്ഷേത്രത്തെ ചുറ്റി വീടുകൾ പണിതു. പക്ഷേ ആന ആ സ്ഥലത്ത് തന്നെ തുടരുകയായിരുന്നു. ഉത്സവ ദിവസങ്ങളിൽ ആളുകൾ വന്ന് ദീപങ്ങൾ തെളിയിക്കുമ്പോൾ ആന കാതുകൾ നീട്ടി സംഗീതം കേൾക്കും. മേളം മുഴങ്ങുമ്പോൾ അതിന്റെ കാൽ സ്വയം താളമിടും. ഒരു ദിവസം ചിലർ ക്ഷേത്രത്തിനടുത്തുള്ള കുളം നികത്താൻ തുടങ്ങി. കാട് മുറിച്ചു മാറ്റിക്കൊണ്ട് ആനയുടെ പ്രിയ സ്ഥലങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങി. ആന കൊമ്പുകുലുക്കി, അത് നിലവിളിച്ചു, മനുഷ്യരെ തടഞ്ഞു. പക്ഷേ അവർ ആനയെ പേടിപ്പിച്ച് കാട്ടിനകത്തേക്ക് തുരത്തി. രാത്രി ശക്തമായ മിന്നലും കാറ്റും നിറഞ്ഞിരുന്നു. ആ ആന ആകാശത്തേക്ക് നോക്കി ശ്വാസമെടുത്തു. പിന്നെ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വന്ന് കാൽമുട്ടുകുത്തി ദേവനെ നോക്കി നിശബ്ദമായി പ്രാർത്ഥിച്ചു. ദേവാ, ഞാൻ ഇവിടുന്ന് പോകട്ടെ, പക്ഷേ എന്റെ സന്തതികൾ എപ്പോഴും ഇവിടെ നിന്റെ സേവനത്തിനായി ഉണ്ടാകട്ടെ. അന്ന് പുലർച്ചെ ആ ആനയെ കാണാതായി. ആരും അതിനെ കണ്ടില്ല. പക്ഷെ ക്ഷേത്രത്തിന് മുൻപിലെ മണ്ണിൽ ആനയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ നിലയിൽ കണ്ടു. അതിനുശേഷം പൂജാരി ഒരു സ്വപ്നം കണ്ടു. ദേവൻ അവനോട് പറഞ്ഞു, ആ ആന ഒരു സാധാരണ ആനയല്ല, എന്റെ ഭക്തനാണ്. ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു. അവന്റെ വംശം എപ്പോഴും എന്റെ ഉത്സവങ്ങളിലും പ്രദക്ഷിണങ്ങളിലും ഉണ്ടാകും. അന്നു മുതൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ആനകൾ ദേവനൊപ്പം നിന്നു. അവർ ദേവനെ ചുമന്നു നടന്നു, താളവാദ്യത്തിന് താളം പിടിച്ചു, ഉത്സവത്തിന്റെ മധ്യത്തിൽ ദിവ്യതയുടെ ചിഹ്നമായി മാറി. ജനങ്ങൾ പറയുന്നു, ആന ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ മണ്ണ് തന്നെ ഭക്തിയാൽ നിശബ്ദമാകുന്നു. അവരുടെ കാതുകൾ നീളുന്നത് സംഗീതം കേൾക്കാനല്ല, ദേവന്റെ ആജ്ഞ കേൾക്കാനാണ്. ഇന്നും ഉത്സവകാലത്ത് ആനകൾ നെറ്റിപ്പട്ടും അലങ്കാരവും അണിഞ്ഞ് ക്ഷേത്രപ്രവേശനം ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകളിൽ ആ പഴയ ആനയുടെ ആത്മാവ് പ്രകാശിക്കുന്നു. ദേവനെ ചുമക്കുന്ന ആനയുടെ ഓരോ ചവിടും അതിന്റെ പ്രതിജ്ഞയുടെ പ്രതിധ്വനിയാണെന്ന് വിശ്വസിക്കുന്നു. അതിനാലാണ് കേരളത്തിലെ ആനകൾ ക്ഷേത്രങ്ങളോട് ഇത്രയും അടുപ്പം പുലർത്തുന്നത്. അത് വെറും ആചാരമല്ല, ഒരു ആത്മബന്ധമാണ്, ദേവനോടുള്ള സ്നേഹത്തിന്റെ, സേവാഭാവത്തിന്റെ പ്രതീകം. ആനയും ദേവനും വേർപെടാനാവാത്ത കൂട്ടുകാർ. ദേവന്റെ സാന്നിധ്യം ആനയിലൂടെ അനുഭവിക്കാം. ആനയുടെ കണ്ണിലൂടെ ദേവനെ കാണാം. ഇന്നും ഏരോ ക്ഷേത്രത്തിന്റെയും മേളത്തിലും ഉത്സവത്തിലും ആ ആനയുടെ പ്രതിജ്ഞ അതേപോലെ മുഴങ്ങുന്നു. ദേവന്റെ പാതയിൽ ഞാനുണ്ടാകും, എന്റെ സന്തതികളുണ്ടാകും, എന്നേക്കും.